ഒരല്പം ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കും. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയനാണിത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ഹീലിംഗ് എന്നൊരു പ്രോസസ്സ് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനവും പെട്ടെന്ന് അതിലേക്ക് എത്തി പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാം എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മിഥ്യാധാരണ ഉള്ളവരാണ് പലരും എന്ന് പല വീഡിയോസും കണ്ടതിന് ശേഷം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഹീലിംഗ് ഇൻ റിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന സമയത്താണ്. അതായത് എനിക്കിതിൽ നിന്ന് മോചനം വേണം, ഒരു പെർമനൻറ്റ് മോചനം വേണം എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന പോയിന്റിലാണ് ലിറ്ററലി ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഹീലിംഗ് ഒരിക്കലും ലീനിയർ അല്ല. ഒരു 5 ദിവസം നമ്മൾ നേരെ ഇരുന്നു എന്ന് പറഞ്ഞ് 6ാമത്തെ ദിവസം അതേ ഗ്രാഫിൽ അത് പോകണം എന്നില്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, എന്തെങ്കിലും കാരണം കൊണ്ട് ട്രിഗറിങ് ഉണ്ടാവാം. ഇപ്പോൾ അത് ഹേർട്ട് ചെയ്തതിൻ്റെ തോത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രീ ഹീലിംഗ് ഫാക്ടേഴ്സ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു വന്ന റീസൺ അല്ലെങ്കിൽ ഒരു ട്രോമ കടന്നു വന്ന റീസൺ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ ഹീലിംഗ് എടുക്കേണ്ട റീസൺ. ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്തോ ഒരു ട്രിഗർ ഫാക്ടർ കാരണം എന്തെങ്കിലും ചീറ്റിംഗ് ആവാം, ഫ്രണ്ട്ഷിപ്പിലുണ്ടായ ഇഷ്യൂസ് ആവാം, എഗെയിൻ ബ്രേക്കപ്പ് ആവാം, എന്തോ ആവട്ടെ, അത് കാരണമാവാം നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീലിംഗ് ഉണ്ടാവണം, ഇതിൽ നിന്ന് മോചനം ഉണ്ടാവണം എന്നുള്ള റിയലൈസേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം തോന്നുന്ന ഒരു ഇമോഷൻ അപ്പുറത്ത് നിൽക്കുന്ന ആളോടുള്ള റിവെഞ്ച് ആവാം, അവേർഷൻ ആവാം, പലതും തോന്നും. ഫസ്റ്റ് ഓഫ് ഓൾ ഹീലിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിവെഞ്ചിനെ എടുത്തു കളയുക എന്നുള്ളതാണ്. ബിക്കോസ് എവിടെയോ വായിച്ചിട്ടുണ്ട്, റിവെഞ്ച് ആക്ച്വലി മേക്സ് യു ഡിഗ് 2 graves. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മാത്രമല്ല, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് റിവെഞ്ച് എന്ന് പറയുന്നത്. 2, അക്സെപ്റ്റൻസ് ആണ്. ഈ അക്സെപ്റ്റൻസിൽ വരുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്ന ട്രോമ മാത്രമായിരിക്കില്ല. നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഇതുവരെ നടന്ന എല്ലാ ട്രോമകളും നമ്മൾ ട്രിഗേർഡായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. അതിൽ ഓരോന്നും എടുത്ത് ഹീൽ ചെയ്യണം എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ തന്നെ മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഹീലിംഗ് കംപ്ലീറ്റായിട്ട് നടക്കണം എന്നില്ല. ഹീലിംഗ് നടന്നു കഴിയുമ്പോൾ യു വിൽ നോട്ട് ബി ദ സെയിം പേഴ്സൺ. ആ ഒരു റിയാലിറ്റി മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഹീലിംഗ് പ്രോസസ്സിലോട്ട് കടക്കാൻ. 3, ഹീലിംഗ് ലീനിയർ ആയിരിക്കില്ല. ആദ്യമേ പറഞ്ഞു, ഹീലിംഗ് ലീനിയർ ആയിരിക്കില്ല. 4, കരയുന്നത് ഒരു വീക്ക്നെസ്സായി കണ്ടുകൊണ്ട് ഇതിന് മുന്നോട്ട് ഇറങ്ങാതിരിക്കുക. അതായത് കരയാതെ സപ്രസ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. കരഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് പേഴ്സണലി ഫീൽ ചെയ്യും ചില സമയത്ത് ഇത് കണ്ണീര് പറ്റിയതാണെന്ന്. അതങ്ങനെ അല്ല. അത് സത്യം പറഞ്ഞാൽ കരഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങും, ഈ കരയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ലാതെ അർത്ഥം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവത്തില്ല. ആ കരയുന്നത് കൊണ്ട് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. ഈ കരയുന്നത് കൊണ്ട് ആർക്ക് വേണ്ടിയാണ് കരയുന്നത്, എന്തിനു വേണ്ടിയാണ് കരയുന്നത്, അതിന് പർപ്പസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ടിയേഴ്സ് ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിന് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുന്നത് നിൽക്കാൻ തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതൊന്നും പക്ഷേ ഹീലിംഗ് കിട്ടിയതിൻ്റെ ലക്ഷണങ്ങളല്ല. ഹീലിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും, പല ഡീവിയേഷൻസ് ഉണ്ടാവും. പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഹീലിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനോടുള്ള അറ്റാച്ച്മെൻറ്റ് വന്നിട്ട് അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കും, ഞാൻ ഹീൽഡായി എന്നങ്ങ് സ്വയം പ്രഖ്യാപിക്കും. എനിക്കത് എത്രത്തോളം ഹീലിങ്ങിൻ്റെ സ്റ്റെപ്പാണെന്ന് അറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് മെറ്റീരിയലിസ്റ്റിക് തിങ്സിനോട് തോന്നുന്ന ഒരു ഇഷ്ടമെന്ന് പറയുന്നത് അത് സക്സസ് നേടുക എന്നുള്ള ഒരു ഫാക്ടർ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സിനോട് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻ്റാണ്. അല്ലാതെ അതൊരു ഹീലിംഗ് പ്രോസസ്സായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ആൻഡ് അത് ലിറ്ററലി പറഞ്ഞാൽ അതൊരു ഡൈവേർഷൻ മാത്രമാണ്. അല്ലാതെ അതൊരു ഹീലിങ്ങിൻ്റെ സ്റ്റെപ്പായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. പലർക്കും പല രീതിയിലായിരിക്കും ഹീലിംഗ്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഇൻസിഡൻറ്റ് കാരണം ഒരാൾ
ഹേർട്ട് ചെയ്തതിൻ്റെ, വാക്കാൽ ട്രിഗർ ആയതിൻ്റെയോ എന്തിൻ്റെ റീസൺ ആണെങ്കിലും റിവഞ്ചും വെച്ചുകൊണ്ടും പിന്നെ ഇറ്റ്സ് ഓക്കെ സെൽഫ് ബ്ലെയിം ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം സെൽഫ് ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. കാര്യം അപ്പുറത്തിരിക്കുന്ന ആളെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് അവരെ തിരുത്താനോ ഒന്നും പറ്റുന്നില്ല. നമുക്ക് തിരുത്താൻ പറ്റുന്നതും ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ മാത്രമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവുമ്പോഴാണ് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകുന്നത്. ആൻഡ് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന സ്റ്റേജ് ഉണ്ടാവും. അതായത് ഫുള്ളി ഹീൽഡ് അല്ല ഞാൻ പറയുന്നത്, ഒരു 90% എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും മുൻപ് ഇരുന്ന ആളല്ല ഇപ്പം ഇരിക്കുന്നത്. ജോസഫ് അന്നംകുട്ടി ഇത് ബുക്കിൽ എഴുതിയിരുന്നത് പോലെ, അത് വേറെ ആരോ പറഞ്ഞ കോട്ടാണ്, വെൻ യു കം ഔട്ട് ഓഫ് ദ സ്ട്രോം യു നോ ലോങ്ങർ വിൽ ബി ദ സെയിം എന്ന്. അത് തന്നെയാണ് സത്യം. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഡൈവേർഷൻസ് വരുന്നത്. ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ആവാം, ചിലർ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് തിങ്സിൻ്റെ പുറകെ പോകും, അങ്ങനെയൊക്കെ. അതൊക്കെ ഡൈവേർഷൻസ് ആവാം. സ്പിരിച്വൽ ഡൈവേർഷൻ അത് വേറൊരു സ്റ്റേജാണ്. ഐ തിങ്ക് എനിക്ക് അതാണ് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. ഹീലിങ്ങിനെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ കാരണം ഹീൽ എങ്ങനെയാണ് ചെയ്തത്, ഹീലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. ചിലർ എന്നോട് പറഞ്ഞു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പലതും പറയരുത്, ക്രിറ്റിസിസം ഫേസ് ചെയ്യും, ക്രെഡിബിലിറ്റി അഫക്റ്റ് ചെയ്യും, എക്സെട്ര. ഞാനായിട്ട് തന്നെ നിൽക്കുന്നിടത്ത് എനിക്ക് ഹീലിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നും തന്നെ അതിലൊന്നും വരുന്നില്ല. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഞാൻ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിന് മൈൻഡിനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തില്ലെന്ന് പറഞ്ഞു, ഞാനൊന്നും സംസാരിക്കാതിരുന്നെന്ന് പറഞ്ഞു, എനിക്ക് ഉണ്ടാവാൻ പോകുന്ന അക്യൂസേഷൻസും ക്രിറ്റിസിസവും നിൽക്കണം എന്നില്ല. അത് ചിലപ്പോൾ ഒരു 50%-ൽ നിന്ന് 30% കുറയും എന്നല്ലാതെ ഞാൻ മറ്റെവിടെ നിന്നെങ്കിലും അത് കേൾക്കും. ലൈക്ക് ബോഡി ഷെയ്മിങ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നില്ലെങ്കിലും ബോഡി ഷെയ്മിങ്ങും ഏജ് ഷെയ്മിങ്ങും സ്കിൻ ഷെയ്മിങ്ങും എല്ലാം കേൾക്കേണ്ട അടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഹീലിംഗ് പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ഡിറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഹീലിംഗ് പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എണീറ്റ് ഞാൻ ഹീലായി എന്ന് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഏജ് ഒരു ഇഷ്യൂ ആണ്. അല്ലാണ്ട് തന്നെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ സൊല്യൂഷൻ അല്ല ഹീലിംഗ് എന്ന് പറയുന്നത്. സോഫാർ അനുഭവിച്ച എല്ലാ ട്രോമാസും ഞാൻ വീണ്ടും ട്രിഗേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്യുമ്പം എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കൂടുതൽ എന്നെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്, പർപ്പസ് റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, സെൽഫ് വെർത്ത് കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വേണ്ടാത്തിടങ്ങളിൽ ചെന്ന് കയറാതിരിക്കുക എന്നുള്ളത്. അത് മേ ബി എഗെയിൻ ട്രോമ ബോണ്ടിങ്ങിൻ്റെ റെസ്പോൺസ് ആയിരിക്കാം. അതൊരു വേറൊരു വലിയ വിഷയമാണ് ട്രോമ ബോണ്ടിങ്. അതുപോലെ ഈ പറയുന്ന സ്പിരിച്വൽ അവേക്കനിങ് കുറിച്ചൊക്കെ സംസാരിച്ചാൽ അത് ഇല്ലോജിക്കലായി പോകുമെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. മിക്കവർക്കും, ഭൂരിഭാഗം പേർക്കും കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് ഇത് ഒരാൾ 1-2 പേര് ചോദിച്ചതാണ്, ക്രിറ്റിസിസംസ് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത്. ക്രിറ്റിസിസംസ് ഫേസ് ചെയ്തേ പറ്റൂ. കാര്യം നമ്മൾ പറയുന്നതിന് എതിരഭിപ്രായം പറയാനായിരിക്കും കൂടുതലും ആളുകൾ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിറ്റിസിസം ഫേസ് ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ ദ്രോഹിക്കുന്നവരുടെ അടുത്തൊക്കെ റിവെഞ്ച് ചെയ്യാൻ നിന്നാൽ അതിനേ സമയം കാണത്തുള്ളൂ. ചിരിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ റിവെഞ്ചിനെ ഒരു പോസിറ്റീവ് ഇമോഷനായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ യു ആർ ഡിഗിങ് 2 graves. അത് അങ്ങനെ തന്നെ ആയിരിക്കും.